അപ്പോൾ ചങ്ങായിമാരെ നമ്മളിന്ന് തിരൂർ നോമ്പിന് തുറക്കുന്ന ഹോട്ടലുകൾ നോക്കാൻ പോകാൻ കേട്ടോ. ഹോട്ടലുകൾ അന്വേഷിച്ചെടുക്കുമ്പോൾ ആദ്യമേ നമ്മളടുത്ത് എല്ലാവരും പറഞ്ഞത് സിവിൽ സ്റ്റേഷൻ റോഡിലുള്ള ഹോട്ടൽ സംഘമാണ്. ഇനി സംഘം പറ്റാത്തവർക്ക് സിവിൽ സ്റ്റേഷൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഒരു വനിതാ ക്യാൻറ്റീനും അവൈലബിൾ ആണ്. ഏഴൂർ റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടലും കുറച്ചും കൂടി മുന്നോട്ട് പോയ ഒരു നാടൻ ഭക്ഷണശാലയും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. മലപ്പുറം റോഡിൽ വന്നു കഴിഞ്ഞാൽ ലില്ലീസ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. ദാഹം മാറ്റാൻ വേണ്ടി തൊട്ടപ്പുറത്തൊരു ജ്യൂസ് കട ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ട്രെയിൻ ഇറങ്ങിയിട്ട് നിങ്ങൾ വരുന്നത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ള അത്യാവശ്യം കടകളൊക്കെ വർക്കിംഗ് ആണ് കേട്ടോ. കോടതിക്ക് വരുന്നവർക്ക് ചായയും കടിയൊക്കെ ആയിട്ട് വനിതാ ക്യാൻറ്റീൻ അവൈലബിൾ ആണ് കേട്ടോ. ടൗൺ ഹാളിന് ഓപ്പോസിറ്റുള്ള ഈ ഒരു റോഡിലൂടെ കയറി കഴിഞ്ഞാൽ ഒരു വനിതാ ഹോട്ടൽ നമുക്ക് കാണാം കേട്ടോ. താഴെപ്പാലത്തേക്ക് വന്നു കഴിഞ്ഞാൽ തിരൂരിൻ്റെ സ്വന്തം സബ്കോ ഓപ്പൺ ആണ് കേട്ടോ. പിന്നെ ബിരിയാണി മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. നല്ല പാർക്കിംഗ് ഒക്കെ ഉള്ള അടിപൊളി റെസ്റ്റോറൻറ്റാണ് നിങ്ങൾ നോക്കുന്നത് വെച്ചാൽ പൊറ്റത്തുപാടിയുള്ള ഗലീസ് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. പോലീസ് ലൈനിലൂടെ പോയി കഴിഞ്ഞാൽ അടിപൊളി കരിമീൻ ജ്യൂസ് കുടിക്കാം കേട്ടോ. കൂടെ ലില്ലീസിലും കയറാം. ലില്ലീസ് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഗണപതി ഭവനും അവൈലബിൾ ആണ് കേട്ടോ. പോളിയുടെ മുന്നിലുള്ള കോളേജ് ക്യാൻറ്റീനും തൊട്ടപ്പുറത്തുള്ള മുംബൈ തട്ടുകടയും ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിരൂരൊന്നും കിട്ടൂല എന്ന് പറയുന്നവർക്കൊക്കെ നമ്മളെ വീഡിയോ ഷെയർ ചെയ്തോളൂ കേട്ടോ. കൂടെ നമ്മളെ ലൈക്കും ഫോളോ ചെയ്യണേ.